ചെറിയ പ്രതിസന്ധികൾക്ക് മുന്നിൽ പോലും തളർന്നു പോകുന്നവരാണ് നമ്മളിലേറെയും. പക്ഷെ സൂരജ് അങ്ങനെയല്ല. ചുറ്റുമുള്ളവർക്ക് കൂടി തണലും സാന്ത്വനവുമാകുന്ന ഒരു മനുഷ്യൻ. എവിടെ നിന്നാണ് സൂരജിന്റെ ജീവിതകഥ പറഞ്ഞു തുടങ്ങേണ്ടത്? ഒരു ഹർത്താൽ തലേന്നുണ്ടായ അപകടത്തിൽ റോഡിൽ ചോരയിൽ കുളിച്ചുകിടന്ന രാത്രിയിൽ നിന്ന്, താങ്ങാൻ കഴിയാത്ത വേദനയുമായി ആശുപത്രിയിൽ ജീവിച്ചു തീർത്ത ദിവസങ്ങളിൽ നിന്ന്, അരയ്ക്കു കീഴ്പോട്ട് ചലനശേഷി വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ആ ദിവസത്തിൽ നിന്ന്, വേണ്ട, അവിടെയൊന്നും സൂരജിനെക്കുറിച്ച് പറയാൻ ഒരു നല്ല വാർത്തയുമില്ല. നമുക്ക് ആ ദിവസങ്ങളെക്കുറിച്ച് പറയാം. കൂരിരുട്ടിൽ കത്തിച്ചുവെച്ച മെഴുകുതിരി പോലെ അവൾ ജീവിതത്തിലേക്കു കടന്നുവന്ന ആ ദിവസങ്ങളെക്കുറിച്ച്. സമൂഹമാധ്യമത്തിലൂടെയാണ് സൗമ്യ സൂരജുമായി സൗഹൃദത്തിലാകുന്നത്. അവന്റെ സ്വപ്നങ്ങൾക്കു ചിറകുമുളപ്പിക്കാൻ, ജീവിതത്തിന് വെളിച്ചം പകരാൻ തനിക്കു കഴിയുമെന്ന് സൗമ്യ മെല്ലെ തിരിച്ചറിഞ്ഞു. എതിർപ്പുകൾക്കും ആശങ്കകൾക്കുമിടയിൽ 6 വർഷങ്ങൾക്ക് മുമ്പൊരു മെയ് മാസത്തിൽ വിവാഹം. ഞാനന്ന് കണ്ടപ്പോൾ ടോട്ടലി ബെഡ് റിട്ടൺ ആയിരുന്നു, കിടപ്പിൽ തന്നെയായിരുന്നു. ആദ്യം വന്ന് കാണാനുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തോ എനിക്കങ്ങനെ തോന്നി, എന്നെക്കൊണ്ട് പറ്റും തിരിച്ച് നടത്താൻ, തിരിച്ച് ആ ലൈഫിലോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ഡിസിഷനും. പിന്നെ അതിൽ മാറ്റവും ഉണ്ട്, കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കുറേയൊക്കെ ഇപ്പോൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി. കൈവിട്ടുപോയതെല്ലാം തിരികെ പിടിക്കാനുള്ള പരിശ്രമമായിരുന്നു. പിന്നെ അംഗപരിമിതർക്ക് വെല്ലുവിളികളെ മറികടക്കാൻ എന്തു ചെയ്യാമെന്ന ചിന്ത എത്തി നിന്നത് പേപ്പർ പെൻ എന്ന ആശയത്തിലാണ്. വിവിധ വർണ്ണങ്ങളിൽ പ്രകൃതിക്കിണങ്ങിയ കടലാസുപേനകൾ, ഉപയോഗശേഷം ഉപേക്ഷിക്കുന്ന പേനകളിൽ നിന്ന് മണ്ണിൽ പുതിയ നാമ്പുകൾ വിടരാൻ അതിൽ പച്ചക്കറി വിത്തുകളും കരുതിവെച്ചു. കടലാസുപേന അങ്ങനെ വിത്തുപേനകളായി. ഈ പേനയുടെ ഗുണം മാത്രമല്ല, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമാണ് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ കണ്ടത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സീഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും വെജിറ്റബിളോ അല്ലെങ്കിൽ ചെറിയ എന്തൊക്കെ കിട്ടിയ മിക്സഡ് ആയിരിക്കും, അത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. നമ്മൾ സാധാരണ പയർ, മുളക്, വെണ്ട അങ്ങനെയുള്ള ചെറിയ ചെറിയ വിത്തുകളായിരിക്കും കൂടുതൽ നമുക്ക് കിട്ടാവുന്നത്. കിട്ടുന്ന എന്തായാലും നമ്മൾ ഉപയോഗിക്കാം. 12 ലക്ഷത്തോളം പേനകളാണ് സൂരജിന്റെ കമ്പനി ഇതുവരെ വിപണിയിലെത്തിച്ചത്. 5 രൂപ മുതലുള്ള പേനകളുണ്ട്. മണിക്കൂറുകളോളമുള്ള കഠിനാധ്വാനത്തിലൂടെ ഊണുമുറക്കവും ഉപേക്ഷിച്ചാണ് സൂരജ് ഡൽഹിയിലെ കൊച്ചു വീട്ടിലിരുന്ന് പേനകൾ തയ്യാറാക്കുന്നത്. നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ് വഴി കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി കൂടുതൽ പരസ്യങ്ങൾ ചെയ്തും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഓർഡർ പോസ്റ്റുകളിലിട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് ഇങ്ങോട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടൊരു കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സ് ദിവ്യാംഗ ഇംപെക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഫോമായി 1 വർഷം കഴിഞ്ഞപ്പോൾ അത്. പിന്നെ കേരളത്തിൽ തിരുവനന്തപുരത്താണ് നമ്മുടെ ആദ്യത്തെ സൊസൈറ്റികൾ. ഭിന്നശേഷിക്കാർക്ക് ഒരു കൂട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ട് അവർക്ക് എന്താണ് കൂടുതൽ ആവശ്യം നോക്കിയിട്ട്, അവർ എന്തിലാണ് താല്പര്യമാണെന്ന് നോക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങളൊക്കെ ചെയ്യുക, അതിനുള്ള മെറ്റീരിയൽ എത്തിക്കുക എന്നുള്ള വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനി തുടങ്ങിയത്. പേനകൾക്ക് ഇപ്പോൾ കടൽ കടന്നും ആവശ്യക്കാരുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർ ബന്ധപ്പെടുക. പേനകൾക്ക് വിപണി കണ്ടെത്താൻ സീഡ് പെൻ എന്ന പേരിൽ വെബ്സൈറ്റും തുടങ്ങിയിട്ടുണ്ട്. അധിക സമയം ഇരുന്ന് ജോലി ചെയ്യരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂരജ് ഓർഡറുകൾ സമയത്തിനു തീർത്തു കൊടുക്കുന്നതിൽ കണിശക്കാരനെന്ന് പറയുന്നു സൗമ്യ. അംഗപരിമിതരായ സുഹൃത്തുക്കളിലേക്ക് ലഭ്യമായ ഓർഡറുകൾ സൂരജ് പകുത്തു നൽകുന്നു. സഹകരണത്തിന്റെ സന്ദേശവുമായാണ് ഹാൻഡിക്രാഫ്റ്റ്സ് മുന്നേറുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയവും ഡൽഹിയിലെ വിവിധ വിദ്യാലയങ്ങളും പേന വാങ്ങുന്നുണ്ട്. കമ്പനികളുടെ വാർഷിക കോൺഫറൻസിനായി അവർ ആവശ്യപ്പെടുന്ന തീമിലും പേന നിർമ്മിച്ചു കൊടുക്കുന്നു. അംഗപരിമിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ഡിസേബിൾഡിന്റെ വെബ്സൈറ്റ് കൂടുതൽ മികച്ച രീതിയിൽ ആകർഷകമാക്കി വികസിപ്പിച്ചെടുക്കുകയാണ് സൂരജിന്റെ പുതുവത്സര പ്രതിജ്ഞ.